ഹലോ, ഇത് ഞങ്ങൾ പോകുന്നത് തോൽപ്പെട്ടി വഴി കുട്ട വഴി മൈസൂര്, മൈസൂര് വഴി ഗുണ്ടൽപേട്ട വഴി ഊട്ടി. ആ യാത്രയാണ് ഈ കാണുന്നത്. കൂടെയുള്ളത് എൻ്റെ ജ്യേഷ്ഠനും ചൈൽഡ്ഹുഡ് ഫ്രണ്ട് റാഷിദുമാണ്. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചു പോയ ഒരു ദിവസത്തെ യാത്രയാണിത്. ഒരു ദിവസം കാട്ടിലൂടെയുള്ള യാത്രയാണ്. കാട്ടിൽ ഒരുപാട് പശുക്കളും മാനുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കണ്ടു. കരടിയും ആനയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കരടീനെ ആനയൊന്നും കണ്ടില്ല. പക്ഷെ റോഡുകൾ ഇങ്ങനെ മാറി, കാഴ്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ആസ്വദിച്ചിരുന്നു. പക്ഷെ അന്നേരം ഡബ് ചെയ്യാനുള്ളൊരു ഇതൊന്നും കിട്ടില്ല. നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പൂന്തോട്ടം. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് റീല് ചെയ്താലോ, അപ്പോൾ ഒന്ന് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തിട്ട് റീൽ ചെയ്താലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാഴ്ച തള്ളി തള്ളി മറിക്കുന്നുണ്ട്. ഇവൻ കാൽമക്കാലെടുത്ത് വെച്ച് ഞാൻ പറയുന്നുണ്ട് എയർ ബാഗ് അടിച്ച കാലപ്പെടുന്നായിരുന്നു എന്നൊക്കെ. അതൊന്നും ഇവര് കേൾക്കുന്നില്ല. ഇവര് ഭയങ്കര ജോളി. ആന വണ്ടി തട്ടിക്കണ നമുക്ക് ഇൻഷുറൻസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കിട്ടാണ്ട് എന്താന്നൊക്കെ ഇങ്ങനെ തള്ളി മറിച്ച് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോണ്ട് മക്കളെ ഒന്നും പറയണ്ട. ഒരു വലിയൊരു ആന മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നത് വാവ് വാന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നിർത്തി 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 എന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നിർത്തി റിവേഴ്സ് എടുത്ത് പിന്നെ ബാക്കോട്ട് പോയി. ആനേനെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ വീണ്ടും ആന പോയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ മുന്നിലത്തെ വണ്ടിക്കാരൻ മുന്നോട്ട് പറഞ്ഞ ആന ഉണ്ടായിരുന്നു. എൻ്റെ മോനെ മുന്നിൽ തന്നെ വണ്ടിക്കാരെ ലൈറ്റ് അടിച്ചത്. അപ്പോൾ മുന്നിൽ എന്താന്ന് ചോദിച്ചപ്പോൾ മുന്നിൽ സിംഹമുണ്ട്, കൂട്ടുമ്പോൾ കുത്തിന് ഇങ്ങനെ ഇരുന്നിക്കുന്ന. അങ്ങനെ സിംഹത്തിനെ നോക്കാൻ വേണ്ടി ഞങ്ങൾ പറപ്പിച്ചു വിട്ടു. പക്ഷേ സിനിമയോ ഇല്ല, ആനയില്ല, ആരുമില്ല. അപ്പൊ ആരോ പറഞ്ഞു വീരപ്പന്റെ പണ്ട് കുറെ പൈസ ഇവിടെ എവിടെയോ കുഴിച്ചിട്ട് പൈസയൊക്കെ ഒന്ന് നമുക്ക് തപ്പിയെടുത്താലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൈക്കോട്ടൊക്കെ എടുത്ത് മേടിച്ച് അവിടെ കുറച്ചപ്പുറം കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എവിടെയാന്ന് പറഞ്ഞപ്പോ ഞാൻ കുറെ കുഴിച്ചൊക്കെ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു പൊട്ടന്മാരെ കുറെ അന്നത്തെ പൈസയെല്ലാം മാറിപ്പോയില്ല, ഇനി അതിനൊരു വാല്യൂ ഇല്ലല്ലോ. അപ്പം അപ്പം ഞങ്ങൾ ആകെ ടയർഡായിരിക്കുമ്പോഴാണ് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. മരത്തിന്റെ മുകളിൽ കുറെ മാമ്പഴം ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് കഴിച്ചു. ഞങ്ങളങ്ങനെ നേരെ തിരിച്ച് വീണ്ടും യാത്ര തുടർന്നു. നല്ല അടിപൊളി പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ പണ്ട് ഞാനൊരു ദിവസം ഇങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അതിലേ നടന്നു പോകുമ്പോൾ ഒരു നായ എന്നെ കടിക്കാൻ ഓടി. അപ്പം ഞാൻ ആ നായിനെ കടിക്കാൻ ഓടി. എൻ്റെ ബാക്ക് നായ ഓടി. അപ്പം നായിൻ്റെ ബാക്കിൽ വേറൊരു നായി ഉണ്ടായിരുന്നു. രണ്ട് നായ എന്നെ ഇങ്ങനെ കടിക്കാൻ ഓടി. അപ്പം ഞാനൊരു മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ കുറേ നമ്മളെ ആത്തച്ചക്ക ഉണ്ടായിരുന്നു. നല്ല പഴുത്ത ആത്തച്ചക്കയായിരുന്നു. ആ പഴുത്ത ആത്തച്ചക്ക എടുത്ത് എട്ടി കയറി കണ്ണിന്. അപ്പം ആ ഏറിൻ്റെ പവറിൽ ആത്തച്ചക്ക തീർച്ചയായും അങ്ങനെ പഴുത്തതാണല്ലോ. അപ്പം നായിൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ആയി. അപ്പം എൻ്റെ മോനെ ഒരു ഇത് കണ്ടോക്കുമ്പോൾ അപ്പുറത്ത് പക്ഷി ഉണ്ടായിരുന്നു. പക്ഷിക്ക് ഭയങ്കര ആവേശം. ആക്ഷി പോയിട്ട് ആ കണ്ണിന്റെ മുകളിൽ ആ ആത്തച്ചക്ക ഒറ്റ കൊത്ത്. അപ്പൊ ആ കൊത്ത് കണ്ട നായിന്റെ കണ്ണ് പോയി. അപ്പൊ നായാണ് എന്നിട്ട് പാട്ടം ഇങ്ങനെ തിരിയല് ഞാൻ ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു വടിയും മുറിച്ച് ചാടി ഒറ്റയടി താലക്ക്. അങ്ങനെ നായ പറഞ്ഞ ഒരോട്ടം. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ തള്ളി മറിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഏട്ടന്റെ പഴയ കുറച്ച് ലൈനിന്റെ കാര്യമെല്ലാം ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ലോക്ക് എടുത്ത് അങ്ങനത്തെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന്. റാഷിദ് പിന്നെ പണ്ടെന്തല്ലോ കഴിഞ്ഞിപ്പം ഇങ്ങനത്തുള്ള IT എല്ലാം ആയിട്ട് ഭയങ്കര സെറ്റപ്പാണ്. ഞാൻ എന്നോട് പറയുന്നുണ്ട് നീ മുഖം കാണിക്കുന്നു. അപ്പോൾ ഒരു മാൻ എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പം ഞാൻ മാനോട്ട് ആറ്റാറുണ്ട്. എൻ്റെ മുഖം കാണലും മാൻ തിരിഞ്ഞൊരൊറ്റ ഓട്ടം. അപ്പം ഞാൻ പറഞ്ഞു ഇതാ ഞാൻ മുഖം കാണിക്കാത്തത്. അങ്ങനെ കുറെ മാനകളെല്ലാം ഉണ്ട്. എല്ലാവരും എന്നെ കാണുമ്പോൾ തിരിഞ്ഞു പോകും. അതെന്താ എൻ്റെ മുഖം അത്രയ്ക്കും വികൃതമാണോ എന്ന് ഞാനിങ്ങനെ ഏട്ടനോട് ചോദിച്ചു. അപ്പോൾ അവർ ഭയങ്കര ചിരി. അങ്ങനെ ഞങ്ങളെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു ഗൈസ്. ഇത് 17 മിനിറ്റ് ഉണ്ട്. ഏട്ടനെടുത്തതാണ്, കട്ടും കുട്ടൊന്നും ഇല്ലാണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെ പറയണമെന്ന് അറിയില്ല. സംസാരിച്ചാലും തീരൂല. അതുകൊണ്ട് ബാക്കി നിങ്ങൾ മ്യൂസിക്കിൽ കണ്ടോളി. പിന്നെ ഒരു തള്ളി ഞാൻ പറയണ, ഞാനും ഏട്ടനും ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹാചര്യത്തെ. ഇങ്ങോട്ടും അടിയെന്ന് പറഞ്ഞാൽ അടിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തടിയെന്ന്. അങ്ങനെ ഇപ്പം ചക്കയും തേനും പോലെ എന്തൊരു സ്നേഹമെന്നാ. ഞാൻ ഏട്ടനും ഒരേ ചായപാത്രത്തിൽ നിന്നാ ചായ അടിക്കലും ഒക്കെ. പിന്നെ ബാക്കി എന്ത് പറയണമെന്ന് പറഞ്ഞാൽ എന്തെല്ലോ ചളിങ്ങൾ കേട്ട് കുത്തുണ്ടെങ്കിലോ ബാക്കി അങ്ങ് കണ്ടുകൊടുക്കും ഒക്കെ.
പനിയാണ്. എന്നിട്ട് 5 മിനിറ്റ് ആയിക്കളുടെ ഇനിയും 17 മിനിറ്റ് ഉണ്ട്. കാട്ട് ചെയ്തിട്ട് എന്താ ചെയ്യുക? വെറുതെ കേൾക്കുന്നവർക്ക് എന്താ വേണ്ടെന്ന് വിചാരിച്ച് എന്തൊക്കെ പറഞ്ഞതാണ് കേട്ടാ. അതാ മയിൽ പോകുന്നത്. മയിൽ എൻ്റെ പെങ്ങളെ വീട്ടിലെ പാറേൻ്റെ മുകളിലുണ്ട്, ഇഷ്ടം മാതിരി മയിൽ. അതൊന്നൊരു പുത്തരിയായി തോന്നിയില്ല. പിന്നെ വേറൊന്നുമില്ല, സ്വന്തം